ഗുരുവായൂർ അമ്പലനടയിൽ ഈ വർഷത്തെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. വിപിൻ ദാസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് വിപിൻ ദാസ്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറേയധികം ചിരിച്ച സിനിമയായിരിക്കാം, ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു സിനിമ. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എടുത്ത് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ടൈപ്പ് പ്രസൻറ്റേഷൻ തന്നെയാണ്. കാരണം ഇത് മീൻസ് രണ്ട് ജോണറാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൻ്റെ ഒരു സിനോപ്സിസ് പോലെ പറയുകയാണെങ്കിൽ, അതായത് ഈ നമ്മളുടെ ഈ ബേസിലിൻ്റെയും അനശ്വരുടെയും കല്യാണത്തിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറേ ബഹുലമായ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സിനിമ. ഒരു 10 ദിവസം 15 ദിവസം അങ്ങനത്തെ ഒരു കഥനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, ലോങ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇതിൽ കോമഡിയാണ് മെയിനായിട്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. ചിരിപ്പിച്ച് നിങ്ങൾക്ക് ഒരുവിധമാവും. കാരണം അത്രയും ഈ അടുത്തൊന്നും അങ്ങനത്തെ സിനിമകൾ വന്നത് വളരെ കുറവാണ്. ഈ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടൻറ്റുള്ള പടങ്ങൾ വരുന്നുണ്ടെങ്കിലും എൻ്റർടൈനിങ് പടങ്ങൾ വരുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സിനിമയാണെങ്കിൽ ടെർബോ ആണെങ്കിൽ അങ്ങനത്തെ പ്രതീക്ഷയുള്ള പടങ്ങളാണ്. അപ്പോൾ ഈ ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ കോമഡി രംഗങ്ങളെല്ലാം കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ബേസിലിൻ്റെയും പൃഥ്വിരാജിൻ്റെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. അവർ ക്യാരക്ടറായിട്ട് ജീവിക്കണ പോലെ തോന്നി. പ്രത്യേകിച്ച് എനിക്ക് പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൃഥ്വിക്ക് വേറെ എന്ത് തരത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആൾക്ക് ഹ്യൂമർ മാത്രം ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആളുടെ മുമ്പത്തെ അങ്ങനത്തെ സിനിമകളിൽ ആൾ ചെയ്തതിന് വ്യത്യാസമായിട്ട് ഈ ഒരു സിനിമയിൽ കുറച്ചുകൂടി ബെറ്ററായി ആൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ചെയ്ത്. പിന്നെ ബേസിൽ നിങ്ങൾക്കറിയാമല്ലോ ആൾ എങ്ങനെയാണ് ശരിക്കും ഉള്ളതെന്ന്, അതേപോലെ തന്നെ കിടലനായിട്ടുണ്ട്. പിന്നെ അനശ്വര, നിഖില ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഒരു സംഭവത്തിൽ. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു ഇൻ്റർവെൽ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ ആ സിനിമ ഒരു കോമഡി രീതിയിലാണ് പ്രസൻറ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ കിടിലനായിരിക്കും, നല്ല രീതിയിൽ എടുത്ത് പോകും. എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടി ഇങ്ങനെ ഹൈ ആയിട്ട് ഇങ്ങനെ നോക്കിയേ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഇൻ്റർവെല്ലിൽ എന്താണ് അവർ സംഭവിച്ചത് അതിനെ ബേസ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നടക്കുന്ന ഒരു സംഭവം. അതായത് ബേസിക്കലി ഇതാണ്, ഇവന്മാർ രണ്ടുപേരും അളിയുന്നതാണ്. അതായത് ഈ ബേസിൽ എന്ന് വെച്ചാൽ മീൻസ് പൃഥ്വിരാജ് ഇവൻ്റെ അളിയനാണ്. മീൻസ് അളിയനാവാൻ പോകുന്ന ആൾ, അതായത് അനശ്വരയുടെ ചേട്ടനായിട്ടാണ് പൃഥ്വി വരുന്നത്. അപ്പോൾ ഇവർ അത്രയും, അതായത് ഒരു സാധാ ഒരു അളിയൻ ബന്ധം അല്ലാതെ ഭയങ്കര അധികം ക്ലോസ് ആയി നിൽക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടറായിട്ടാണ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാരെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഭയങ്കര അത്രയും സ്നേഹമായിരുന്നവർ അത്രയും വെറുക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിട്ട് മാറും. അങ്ങനെ ആ കല്യാണത്തിന് ചുറ്റിപ്പറ്റി പോകുന്ന സംഭവമാണ് ഈ ഒരു മൊത്തം കഥ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് മറ്റ് കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ മെയിനായിട്ട് ഈ ഒരു 4 പേര് തന്നെ, അതായത് പൃഥ്വി, നിഖില, പിന്നെ അതുപോലെ തന്നെ ബേസിൽ, അനശ്വര, പിന്നെ അവരുടെ അച്ഛനമ്മ, ഇതൊക്കെ ആയിട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ ഒരു സംഭവം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കല്യാണം പരിപാടി, അതായത് കല്യാണമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കിട്ടില്ലെന്നാ. വേറെ നിങ്ങൾ മീൻസ് ഈ ഒരു സിനിമയിൽ മുമ്പത്തെ കുറേ സിനിമകളുടെ കുറേ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് ദൃശ്യം, പിന്നെ ഉള്ള സിനിമകൾ ഞാൻ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും, നിങ്ങളത് തിയേറ്ററിൽ തന്നെ ഫീൽ ചെയ്തു. കാരണം ഇത് എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ പൃഥ്വി തന്നെ ചെയ്ത മറ്റൊരു സിനിമയായിട്ട് കുറേ സാമ്യം വരും, നമുക്ക് ചിരി വരും അതൊക്കെ കാണുമ്പോൾ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗംഭീര കുറേ സർപ്രൈസുകളുണ്ട്. ഇതെല്ലാം സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഡീസൻ്റായിട്ട് നിങ്ങൾ ആ ട്രെയിലറിലൊക്കെ കണ്ട സംഭവങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയണം. സെക്കൻഡ് ഹാഫിൽ കുറേ അധികം സാധനങ്ങൾ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പുറത്തെടുക്കുന്നതായിരിക്കും. പിന്നെ എനിക്കിതിലെടുത്ത് പറയണത്, പിന്നെ യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ ഒട്ടും ആവശ്യമില്ലാത്ത പോലെ തോന്നി. കാരണം മീൻസ് അങ്ങനത്തെ ഒരു മീൻസ് ഈ ബേസിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് യോഗിനെ അതിൽ പ്രസൻറ്റ് ചെയ്യണത്, തമിഴ്നാട്ടിലുള്ള ഒരു ഫ്രണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒഴിവാക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്നുള്ളത്. കാരണം യോഗിക്ക് ചെയ്യാനുള്ള അത്രയും സ്പേസ് അതിൽ കൊടുത്തിട്ടില്ല. ചെറിയൊരു ക്യാരക്ടറാണ്, അതും ഫിനിഷ്ഡ് അല്ലാത്ത പോലെ തോന്നി. ചെറിയൊരു സംഭവത്തിന് വേണ്ടി മാത്രം ആ ക്യാരക്ടർ ഇട്ട് പോലെ. അതാണ് ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയുന്നത്, കുറച്ച് ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷെ അത് മാറ്റി നോക്കുകയാണെങ്കിൽ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഗംഭീരമായിട്ട് ഇതുണ്ട്. പിന്നെ വിപിൻ ദാസിൻ്റെ ഡയറക്ഷൻ ഇത് ഒരു രക്ഷയിലാട്ടോ. കാരണം എവിടെയൊക്കെ ഓഡിയൻസിന് ചിരിപ്പിക്കണം, എവിടെ താഴ്ത്തണം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് ആർക്ക് ലെവൽ താഴ്ന്നത് സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പാട്ട്, ഒരു കല്യാണ പാട്ട് വരുന്നുണ്ട്, അത് കുറച്ച് വീക്കായ പോലെ തോന്നി. കാരണം ഒരു കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആഘോഷം മോഡൊക്കെ ആണെങ്കിലും ഇതിൽ കളർഫുൾസാണ്. ആ പാട്ടും ഇതെല്ലാം ഭയങ്കര കളർഫുള്ളാണെങ്കിലും അതിൻ്റെ ആ ഒരു ബീറ്റ് നമുക്കത്ര ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. എന്നാലും ഓവറോൾ ഒരു തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു എൻ്റർടൈൻ ആവാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പ്രത്യേകിച്ച് നന്നായി ചിരിക്കാൻ പറ്റും, അത് ഞാൻ ഉറപ്പ് വരുന്നത്. അതായത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവില്ല.
നിങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ തന്നെ തിരിച്ചോളൂ. അങ്ങനത്തെ ഒരു കോമഡി ഇട്ടിരുന്ന പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അത് കാണാൻ പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക, കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കോഴിക്കോടും എറണാകുളത്തുള്ള ആൾക്കാരോടാണ്, കോഴിക്കോടാണെങ്കിൽ നിങ്ങൾ മറ്റേ എപ്പിക്കിൽ പോയി നോക്കുക, പാലക്സ് സിനിമാസിൽ. പിന്നെ അതുപോലെ തന്നെ PVR ഫോറം മാളിൽ അവിടെ ആ വലിയ സ്ക്രീനിൽ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം ഈ 2 സ്ക്രീനിലും ഫുൾ റേഷ്യോയിലായിരിക്കും പടം കളിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഈ എപ്പിക്കിനും പിന്നെ അതുപോലെ തന്നെ PVRൻ്റെ ആ PXL സ്ക്രീനിനും അതിൻ്റെ വലിയ റേഷ്യോയിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു കോണ്ടന്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പടം കണ്ടു നോക്കുക, എന്താ കണ്ടിട്ട് തോന്നിയെന്ന് വീഡിയോൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.